കുട്ടികളെ വെച്ച് വലിയ സൈന്യമുണ്ടാക്കിയാൽ നമുക്ക് ഈ ലോകത്തെ തന്നെ കീഴടക്കുവാൻ സാധിക്കും. പിന്നെ നമ്മളെ തോൽപ്പിക്കാൻ ആർക്കുമാവില്ല. ഇതിന് ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് കൊണ്ടുപോകും. താൻ ഇതിന്റെ വില പറ. ആ സയന്റിസ്റ്റ് തന്റെ റോബോട്ടിനെയും കൂട്ടി മറ്റൊരു സ്ഥലത്ത് പോയി ഒളിച്ചിരുന്നു. എന്നിട്ട് ആ റോബോട്ടിന് ഒരു മിടുക്കനായ കുട്ടിയുടെ രൂപം നൽകി പുതിയൊരു പേരും കൊടുത്തു. എന്നിട്ട് ആ റോബോട്ടിന് കൊടുത്ത പേരാണ് വീർ. ആ സയന്റിസ്റ്റിന്റെ പേര് പ്രേം സഹായ്. അല്ലേ അപ്പൂപ്പ? എപ്പോ ചോദിച്ചാലും ഈ കഥ മാത്രമേ പറയൂ. അല്ല അപ്പൂപ്പ, എന്നെ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ വന്ന ആളുടെ പേരെന്താ? എന്താടാ ഇത്? നീ പോയി ഉറങ്ങ്. നിന്റെ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള സമയമായി. ബാറ്ററി ചാർജ് ചെയ്തില്ലെങ്കിലേ നാളെ നിനക്കൊന്നും ചെയ്യാനുള്ള പവർ ഉണ്ടാവുകയില്ല. അപ്പൂപ്പ, അയാളുടെ പേരൊന്ന് പറഞ്ഞതാ. ആരാ എന്നെ മോഷ്ടിക്കാൻ വന്നത്? അയാളുടെ പേരാണ് മാഡ് മാക്സ്. അയാള് നിന്നെ ഇപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും മണ്ടന്മാരാണ്, ഭീരുക്കളാണ്, ഒന്നിനും കൊള്ളാത്തവരാണ്. ഇത്ര നാളായിട്ടും ആ പ്രേം സായുടെ റോബോട്ടിനെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്കായില്ലേ? മാഡ് മാക്സ് ഈസ് മാഡ്, വെരി വെരി മാഡ്. അവള് പറഞ്ഞത് ശരിയാണ് ബോസ്, അവള് പറഞ്ഞത് ശരിയാണ്. ദാ അങ്ങോട്ട് നോക്കൂ, അങ്ങുണ്ടാക്കിയ ശക്തിശാലിയായ റോബോട്ട് തയ്യാറാണ് ബോസ്. അങ്ങെന്തു പറഞ്ഞാലും ഞാൻ അതനുസരിക്കുന്നതാണ്. ആ പ്രേം സായുടെ റോബോട്ടിന് ഒരിക്കലും രക്ഷപ്പെടാനാവില്ല. ഡോക്ടർ പ്രേം സായ്, ഇനി തന്റെ ആ റോബോട്ടിനെ ഈ ലോകത്താർക്കും സഹായിക്കാനാവില്ല. സിസ്റ്റം സ്റ്റാർട്ട്. ഇപ്പൊ മനസ്സിലായി പറക്കാനുള്ള ചിറകുകൾ എങ്ങനെയാ ഉണ്ടാക്കണ്ടേന്ന്. ചുൾബുൾ, ഈ തുണിയൊന്ന് പിടിച്ചേ. ചുൾബുൾ, ഇതെല്ലാം നമ്മള് മുന്നൂന്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതാ. നിനക്ക് എന്റെ മെഷീനില് വിശ്വാസം ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ജിണ്ടു നിന്നെ എടുത്തുകൊണ്ട് പറന്നോളും. കണ്ടു കഴിഞ്ഞാൽ നീ എന്റെ ചിറകൊണ്ട് പറക്കുന്നേ തോന്നൂ. ജിണ്ടുവിന് മറവിയുടെ അസുഖമുണ്ട്. അവനിടയ്ക്ക് ആൾക്കാരെ പോലും മറന്നു പോകും. പിന്നെ അവൻ എങ്ങനെ എന്നെ സഹായിക്കും? ജിണ്ടുവിന്റെ തലയിൽ അടി കിട്ടിയാലേ അവനെല്ലാം മറക്കൂ. അവന്റെ ഓർമ്മ ഇങ്ങനെ എപ്പോഴും വന്നും പോയും ഇരിക്കും. ഇവിടെ അവന്റെ തലയ്ക്ക് അടി കിട്ടാൻ ചാൻസ് ഒന്നും ഇല്ലല്ലോ. നീ പേടിക്കണ്ട, നിനക്കെന്നെ വിശ്വാസമില്ലേ? ഈ മന്ത്രം ഓർമ്മ വെച്ചാ മതി. അകടം പകടം ഇകടം തികടം ആലം ഫാലം ദന്തമാദം. ഈ മന്ത്രം മുഴുവനായി പറഞ്ഞിട്ട് ഞാൻ പറക്കട്ടെ എന്ന് പറയുക. അപ്പൊ നിനക്ക് പറക്കാൻ കഴിയും. അകടം പകടം ഇകടം തികടം ആലം ഫാലം ദന്തമാദം. അകടം പകടം ഇകടം തികടം ആലം ഫാലം ദന്തമാദം. വെരി ഗുഡ് ചുൾബുൾ. എന്നാ പിന്നെ ഞാൻ താഴേക്ക് പോട്ടെ, അല്ലെങ്കിൽ ആൾക്കാർക്ക് സംശയം വരും. ഓക്കേ ചുൾബുൾ, പറന്നോളൂ. നീ പറക്ക് ചുൾബുൾ. മന്ത്രം പറഞ്ഞിട്ട് പറക്കാൻ ശ്രമിക്ക. വേണ്ട, എനിക്ക് മറക്കാനാവില്ല. ഞാൻ ആ മന്ത്രം വരെ മറന്നുപോയി. അകടം തകടം ശികിടം. അയ്യോ, ബാക്കി ഇപ്പം തന്നെ മറന്നുപോയി അമ്മേ. അയ്യപ്പോ. ഇവിടെ ഏതോ ഒരു ചെറുക്കൻ പറക്കുന്ന ചിറകുകൾ ഉണ്ടാക്കിയെന്ന് ഞാൻ കേട്ടല്ലോ. ഇനി അപ്പോ ഇതായിരിക്കുമോ ആ പ്രേം സഹായിയുടെ റോബോട്ട്? ശരി, എന്നാ പോയൊന്ന് നോക്കിയേക്കാം. നീ ചാടിക്കോ ചുൾബുൾ, ഞാൻ നിന്നെ പറപ്പിച്ചോളാം. വേഗം ചാട്, മന്ത്രമൊക്കെ വിട്ടേക്ക്. എന്റെ അമ്മേ, ഞാനിവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഓ, ഭക്ഷണത്തിന്റെ എന്ത് നല്ല മണായി വരുന്നത്. ഭക്ഷണ സാധനങ്ങൾ എവിടെയുണ്ടോ? ജിണ്ടുച്ചേട്ടൻ അവിടെയുണ്ട്. അയ്യോ ജിണ്ടു, നിക്ക്, നീ പോവല്ലേ.
బుజ్జి అక్కడ ఫినిషింగ్ లైన్ ఉంది. మనం రేస్ గెలుస్తున్నాము చుల్బుల్. అంకుల్ కి 5 లక్షలు వస్తాయి. చుల్బుల్, నేను నిన్న నైట్ చార్జ్ పెట్టుకోలేకపోయాను. నా బ్యాటరీ లో అయిపోతుంది. ఇప్పుడు అంతా నీ చేతిలో ఉంది. చుల్బుల్, ఆగొద్దు. పరిగెత్తు చుల్బుల్, పరిగెత్తు. యు కెన్ డు ఇట్. ఇక పరిగెత్తలేను. Come on, Veer, come on. త్వరగా రా, రాగలవు. Come on, come on, Veer. Come on. ఈ బంటి ఎటెళ్ళిపోయాడు? ఇప్పటి వరకు ఇంకా రాలేదేంటి? ఒక గాడిద చేతిలో ఓడిపోతే అందరూ మనల్ని చూసి వింతగా నవ్వుతారు. చుల్బుల్ ఇంకా కొంచెం దూరమే. చుల్బుల్ ఇంకా కొంచెం దూరమే ఉంది. బంటి, త్వరగా రా. చుల్బుల్, నీ క్యారెట్లు అక్కడే ఉన్నాయి, వెళ్ళు. వేరే వాళ్ళు తినక ముందే తినేసేసి. వీర్, శుభాకాంక్షలు. నువ్వు గెలిచావు. అగడం బగడం జగడం దిగడం ఆలం బాలం డండబాడం. టైగర్, బల్లే బల్లే అంటాను, డాన్స్ చేయాలి. చూడవే మిగిలింది. గుర్రానికి డాన్స్ నేర్పించావా? బల్లే బల్లే అనడం నేర్పించావా? థ్యాంక్ యూ వీర్. నిజం చెప్పాలంటే నేను కలలో కూడా చేయలేనటువంటి పనిని నువ్వు చేసి చూపించావు. వచ్చేసండి, మనం చుల్బుల్ని రేస్ లో పార్టిసిపేట్ చేయించి 5 లక్షలు సంపాదిద్దాం. నువ్వు బాగానే ఉన్నావా? మమ్మీ, ఏంటో చెప్పరా? వీర్, వీర్, అక్కడ చూడండి. రండి. అరే ఆగరా, రండి. కలిసిపోయింది. వీర్, నువ్వు కరెంటు వాళ్ళని పిలిపించి అంతా సరిచేసావని ఇమ్లీ చెప్పింది. థ్యాంక్ యూ సో మచ్ వీర్. వెల్కమ్ ఆంటీ. అదిగో చూడు, బారాత్ వచ్చేస్తుంది. థ్యాంక్ యూ వీర్. ఆంటీ, థ్యాంక్ యూ చెప్పాల్సిన అవసరం ఏముంది? మా అక్క పెళ్లి అంగరంగ వైభవంగా జరగాలి కదా. వీర్, చాలా చాలా థ్యాంక్స్. నీ పేరు మాత్రమే కాదు, నువ్వు కూడా నిజంగానే వీరుడివి. అదిగో భారత్ వస్తుంది, వెళ్దాం పద. నువ్వు వెళ్ళు, నేను ఇప్పుడే వస్తాను. నువ్వు చూసినట్టే బంటి కూడా నన్ను చూసేశాడు. వాడిని ఎలాగైనా డీల్ చేయాలి. నేను చూసిందే అది. బంటి కూడా చూసాడంటే చాలా ప్రాబ్లమ్స్ వస్తాయి. ఏం కాదు, డోంట్ వరీ. అగడం పగడం అల్లం బెల్లం వీడియో గుర్తులన్నీ పోయేలా చేయి. వీర్ అసలు మొహం మర్చిపోయి నువ్వు డాగీగా మారిపో. చెప్తావా నన్ను ఎందుకు బయటికి రమ్మన్నావో?
నేనెక్కడ తీసుకొచ్చాను, మీరే నన్ను తీసుకొచ్చారు. బో 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 బో. మధ్యలో ఈ బౌ బౌ ఏంటి? సరే త్వరగా చెప్పు, వీరేం చేస్తున్నాడని చెప్పబోయావు? బో 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 బో. బో. చెవులు పట్టుకో, వెంటనే చెవులు పట్టుకొని లోపలికి వెళ్ళు. నువ్వు ఎందుకు ఇలా చేస్తున్నావో ఏంటో నీ పన్నును ఇంటికి వెళ్ళాక చెప్తాను. సరే మనం కూడా వెళ్ళి బారాత్ని చూద్దాం.